അപ്പോൾ ടീമെ ഫിഷിംഗ് ബങ്കാണ്. അപ്പോൾ നമ്മളിന്ന് നമ്മളെ പുഴയിലൊരു മീൻ പിടുത്തത്തിന് വന്നിക്കണം കേട്ടോ. കുറേ മീൻ പിടിച്ച ചരിത്രം പറയാനുണ്ട്. ആരും മീൻ കൊടുക്കുന്നുണ്ട്. ചപ്പൊക്കെ പോയി അത് പോയിക്കോട്ടെ, മാറ്റിയിടാം. കുറച്ചുകൂടി വൃത്തിച്ചിട്ട് കണ്ടോന്നറിയില്ല. വല അക്കരെ വരെ എത്തുന്നുണ്ട്. അക്കരെ വരെ ഉണ്ട് വല. പുഴ അക്കരെ വന്ന് ഇക്കരെ വരെ എത്തിച്ചിരിക്കണു. നമുക്ക് എന്താ കിട്ടുകയെന്ന് നമുക്ക് നോക്കി നോക്കാം. പരലുകളുണ്ട്. ഈ ടൈം ആവുകൊണ്ട് തണുപ്പല്ലേ, നല്ല പരലുകൾ ഓടുന്നു. അപ്പോൾ റിസ്ക് ഇല്ലാതെ നമ്മൾ ഇവിടെ നിന്ന് ഇട്ടിരുന്നാൽ മതി. ഒരു മണിക്കൂർ ഇരുന്നാൽ തന്നെ നമുക്ക് ആവശ്യമുള്ള പരലുകൾ ഇത് നമുക്ക് കയറും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇതിൽ അത്യാവശ്യം പരലുണ്ട്, വല കണ്ടമാനം പരലുണ്ട്. ഇനിയിപ്പോൾ അത് തട്ടിക്കൊട്ടി ക്ലീൻ ചെയ്തിട്ട് വേണം. ഒരു മണിക്കൂറുള്ളിൽ നമ്മൾ വല ഇട്ടിട്ട് അതിൽ വേണ്ട. ഈ മീനൊന്നും നീ കാണല്ലോ കേട്ടോ. മറ്റേ മീനടാ സിലോപ്പി അതിൻ്റെ ഉള്ളിൽ കുടുങ്ങില്ലേ? ശരി തന്നെയാണ്. ഓനേ പാന്റും കുപ്പായിട്ട് ഇതോടൊക്കെ പാന്റും കുപ്പായിട്ട് വന്നിട്ടാണ് ചർച്ച ചെയ്യണേ. മീൻ പിടിച്ചാൽ പോണ്ടേ? ഇന്നത്തെ പ്ലാൻ നമ്മളില്ലല്ലോ. ഞാൻ ഫസ്റ്റ് ഇട്ടിട്ട് പോന്നില്ലേ, അപ്പൊ തന്നെ ഇന്ന് മീനുണ്ട്. മണല മീനാ. മറ്റേ സംഖ്യ ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കണ്ടിട്ടോ ഒരു 3-4 കിലോ മീനുണ്ട്. ഇതുണ്ട് ആ പോയി മറ്റു വല പരലുണ്ടല്ലോ, ഇത് ഫ്രഷാണ്. ഇത് കൊണ്ടുപോയാണ് പൊരിച്ചാണ്ട്. ഇത് അത്യാവശ്യം ഉണ്ട് കേട്ടോ. നമ്മൾ കണ്ട മാതിരിയല്ല. ഒരു മണിക്കൂറോ 1.5 മണിക്കൂർ, 1 മണിക്കൂറായിട്ട് ഉൾപ്പിച്ചു. 1.5 മണിക്കൂറൊന്നും ഇല്ല. ചെറുപ്പം ലെക്കല്ലേ, ടൈമാടാ, തണുപ്പല്ലേ. ഏയ് ഞമ്മക്കൊന്നും കിട്ടാൻ പോയിട്ടുണ്ട് അല്ലേ? അത് ടൈമാണ്. ഇപ്പത്തെ ടൈമിൽ ഇട്ടാ കിട്ടും. നോക്കാം. ഒരു തെളിവില്ല. ഇത് കണക്ക് പറയാം. 4 കിലോ ഉണ്ടാവും. 4 കിലോ അടുത്ത് ഉണ്ട് അല്ലേ? 1 കിലോ മത്തി വാങ്ങുമ്പോഴേ എത്ര ഉണ്ടാവില്ലേ? അതില് കുറച്ചുള്ളല്ലോ ഉണ്ടാവില്ലേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും വരും.